ഈശ്വര, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആകെ വല്ലാണ്ടായിരിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് മീനു. ഓഫീസിൽ പോകണം, കുളിക്കണം, ചോറും കറികളും വയ്ക്കണം, ജോലികളൊക്കെ കിടക്കുന്നു. മീനാക്ഷി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ശ്രീഹരി പത്രം വായിക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി നിന്നു. ഇന്നലെ ഈ മനുഷ്യൻ്റെ ദേഹത്തു പറ്റിച്ചേർന്നാണ് മുറിയിലെത്തിയത്. തന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിച്ചോ ആവോ? ക്ഷീണം മാറിയോ? ശ്രീഹരി അവളെ നോക്കിയതും ഉവ്വെന്ന് അവൾ തലകുലുക്കി. ജോലിയൊക്കെ തീർത്തിട്ട് മീനാക്ഷി കുളിക്കുവാനായി മുറിയിലേക്ക് പോയി. അവൾക്ക് കാലുകൾ കുഴയുന്നു എന്ന് തോന്നി. കുളിക്കാൻ നിൽക്കാതെ അവൾ കട്ടിലേക്ക് അമർന്നിരുന്നു. ദേഹത്തൊക്കെ അവിടെവിടെ ഓരോരോ കുരുക്കൾ പൊന്തി വരുന്നുണ്ട്. ചൂടുകുരു ആണോ ആവോ? മീനാക്ഷി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. വീണ്ടും തലവേദനയും തുടങ്ങി. എന്തായാലും 2 ദിവസം ലീവ് പറഞ്ഞുകൊണ്ട് ഇന്നുകൂടി പോകേണ്ട എന്നവൾ തീരുമാനിച്ചു. മീനാക്ഷി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീഹരി പുറത്തു പോയിട്ട് കയറി വന്നത്. അവനെ കണ്ടതും മീനാക്ഷി വേഗം കൈ കഴുകാനായി എഴുന്നേറ്റു. ഇരിക്കടോ, ഇയാൾ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, ശ്രീഹരി അവളെ നോക്കി പറഞ്ഞു. തൻ്റെ മുഖത്തെന്താ ഈ കുരുക്കൾ? പെട്ടെന്ന് അവൻ അവളെ ശ്രദ്ധിച്ചു. ചൂടുകുരു ആണെന്ന് തോന്നുന്നു. അവൾ പതിയെ നെറ്റിയിൽ തലോടി. പനിയുണ്ടോ? അവൻ നെറ്റി ചുളിച്ചു. ചെറുതായിട്ടുണ്ട്, പക്ഷേ തലവേദന മാത്രം സഹിക്കാൻ പറ്റണില്ല, അവൾ പറഞ്ഞു. വൈകിട്ടോടുകൂടി മീനാക്ഷിയുടെ ദേഹത്തെല്ലാം ചെറിയ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു. അത് തീക്കുമിളകൾ പോലെ കാണപ്പെട്ടു. കടുത്ത പനിയും തലവേദനയും. തനിക്ക് ചിക്കൻ പോക്സ് ആണിടോ, അതാണ് ഇങ്ങനെ, ശ്രീഹരി പറഞ്ഞതും മീനാക്ഷി കരയാൻ തുടങ്ങി. കരയുകയൊന്നും വേണ്ട, ഇതൊക്കെ ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കണം നമ്മൾ. അതിന് മാത്രം വലിയ അസുഖമൊന്നുമല്ലല്ലോ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക്, അവൻ അവളെ ആശ്വസിപ്പിച്ചു. ആദ്യത്തെ 1-2 ദിവസങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ മുൻപോട്ട് പോയി. മീനാക്ഷി ആകെ വല്ലാണ്ടായി. കുമിളകളെല്ലാം പഴുത്തു പൊട്ടുവാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് നന്നേ ക്ഷീണം അനുഭവപ്പെട്ടു. 2 ആഴ്ച എടുക്കും എല്ലാം ഒന്ന് ഭേദമാകുവാൻ എന്നവൻ മീനാക്ഷിയോട് പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ എന്തോ ദുസ്വപ്നം കണ്ട് മീനാക്ഷി അലറി വിളിച്ചു. ശ്രീഹരി വന്ന് നോക്കിയപ്പോൾ അവൾ വിങ്ങിക്കരയുകയാണ്. അവൾ പേടിച്ചു എന്ന് അവന് മനസ്സിലായി. താൻ ലൈറ്റ് ഓഫ് ചെയ്യണ്ട എന്നൊരു നിർദ്ദേശം വെച്ചിട്ട് ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രുക്മിണി അമ്മയോടും തൻ്റെ കുടുംബത്തിലാരോടും മീനാക്ഷി തനിക്ക് ഈ പനിയാണെന്ന് പറഞ്ഞില്ല. ഓഫീസിൽ നിന്ന് അവളെ എല്ലാവരും വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കി. മുറ്റത്തെ ആര്യവേപ്പിൻ്റെ ഇലകൾ 3/4 ഭാഗവും കൊണ്ട് ശ്രീഹരി മീനുവിന് പട്ടുമെത്ത് വിരിച്ചു. പരവേശം മാറുവാനായി അവൻ ഇളനീരും തണ്ണിമത്തനും പൂവമ്പഴവും എല്ലാം മാർക്കറ്റിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്നു. വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു അവളുടെ മുറിയിൽ. അതവൾക്ക് നന്നായിട്ടറിയാം. കാരണം താൻ കുളിക്കാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ശ്രീഹരി ചെറു ചൂടോടെ കഞ്ഞിയും ചെറുപയർ വേവിച്ചതും കൂടി അവൾക്ക് കഴിക്കുവാനായി കൊണ്ടുവന്നു. അവൾ അത് കഴിക്കുവാൻ വിസമ്മതിച്ചു. അവൻ മീനാക്ഷിയെ ചാരിയിരുത്തുവാൻ ശ്രമിച്ചതും അവൾ തടഞ്ഞു. വേണ്ട, എൻ്റെ ദേഹത്തെല്ലാം ഒരു വല്ലാത്ത മണമുണ്ട്, അതുകൊണ്ട് എന്നെ തൊടേണ്ട. മീനാക്ഷി പറഞ്ഞത് കേൾക്കാതെ ശ്രീഹരി തെല്ലധികാരത്തോടെ അവളെ പിടിച്ചു കട്ടിലിൻ്റെ ഗ്രാസിൽ ചാരിയിരുത്തി. സ്പൂണിൽ അല്പാൽപമായി കഞ്ഞികോരി അവളുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് കൊടുത്തു. ഈശ്വര, ഇയാളെ താൻ തെറ്റിദ്ധരിച്ചു. പാവമാണ് എന്ന് അവൾ ഓർത്തു. കാരണം അവൾക്ക് വയ്യാണ്ടായി കിടന്ന അന്ന് മുതൽ അവനാണ് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ 3-4 ദിവസം കൂടി പിന്നിട്ടു. മീനാക്ഷിയുടെ ദേഹത്തുണ്ടായ കുരുക്കളെല്ലാം കരിഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവൾക്ക് കുളിക്കാമെന്ന് ശ്രീഹരി പറഞ്ഞു. എൻ്റെ കുളി കഴിഞ്ഞ് ഇനി ശ്രീയേട്ടൻ ഇത് പകരുമോ? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്കിത് വന്നിട്ടുള്ളതാടോ. താൻ പേടിക്കേണ്ട, അവൻ പറഞ്ഞതും മീനു ഞെട്ടിവിറച്ചു. ഈശ്വര, അപ്പോൾ ശോഭേച്ചി പറഞ്ഞതെല്ലാം സത്യമാണോ? ജയിലിൽ കിടന്നു എന്നോ? കിടന്നു. എന്താ നീ അത് കേട്ടതല്ലേ ശോഭച്ചേച്ചി പറഞ്ഞപ്പോൾ? അപ്പോൾ അത് സത്യമാണോ? ആണെങ്കിൽ മീനാക്ഷിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, അതോർത്ത് നീ പേടിക്കണ്ട. അമ്മ വന്നു കഴിഞ്ഞു, നീ ഇവിടെ നിന്ന് പോയാൽ മതി. അതുവരെ ഇവിടെ കാണണം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? പെട്ടെന്ന് അവൾ അങ്ങനെയാണ് അവനോട് ചോദിച്ചത്. അതെ, തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. അമ്മ വന്ന ശേഷം പോയിക്കോളൂ. അതും പറഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങി. എൻ്റെ കണ്ണാ, വീണ്ടും പരീക്ഷണമാണോ? മീനാക്ഷി, കുളിക്കാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് എടുത്തുകൊണ്ട് പോകൂ, അവൻ വിളിച്ചു. ആര്യവേപ്പിലയും മഞ്ഞളും ചതച്ചിട്ട ചൂടുവെള്ളമാണ് ശ്രീഹരി അവൾക്ക് കുളിക്കുവാനായി എടുത്തു വെച്ചത്. കുളി കഴിഞ്ഞതും മീനാക്ഷിക്ക് പകുതി ആശ്വാസമായി. എന്നാലും ദേഹത്തെല്ലാം അവിടെ പാടുകളുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാണ് മീനാക്ഷി ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ശ്രീഹരി പത്രം വായിച്ചുകൊണ്ട് ഉമ്മറത്തുണ്ട്. ശ്രീയേട്ടാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം, ശ്രീഹരിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു. അവൻ ആദ്യമായിട്ട് കാണുന്നത് പോലെ മീനാക്ഷിയെ നോക്കി നിന്നു.
കാരണം ആദ്യമായിട്ടാണ് അവൾ ശ്രീഹരിയെ അങ്ങനെ വിളിക്കുന്നത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം മീനാക്ഷിക്ക് മനസ്സിലായി. ശ്രീഹരിയോട് യാത്ര പറഞ്ഞിട്ട് അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. ഓരോ ദിവസം പിന്നിടുമ്പോഴും മീനാക്ഷി മനസ്സുകൊണ്ട് ശ്രീഹരിയുടേതാവുകയാണ്. അവനെ കാണുവാനായി അവൾക്കിപ്പോൾ തിടുക്കമാണ്. ആർക്കും പിടികൊടുക്കാത്ത ആളാണ് അവനെന്ന് മീനാക്ഷിക്ക് പലതവണ തോന്നി. ജോലി കഴിഞ്ഞു വേഗം ഓടി എത്തും അവൾ. എന്താണ് എൻ്റെ ഭഗവാനെ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇതുവരെ ആയിട്ടും ആരോടും തോന്നാത്ത എന്തോ ഒരു. പക്ഷേ ശ്രീഹരി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ജോലി കഴിഞ്ഞ് വരുന്ന മിക്കവാറും ദിവസങ്ങൾ ശ്രീഹരി ഉമ്മർത്ത് കാണും. എന്തെങ്കിലും മാഗസിൻ വായിച്ചുകൊണ്ട് ഇരിക്കുകയാവും പതിവ്. അല്ലെങ്കിൽ അവൻ ചെടികൾ നനയ്ക്കുകയാവും. ഒരു ദിവസം വൈകുന്നേരം മീനാക്ഷി വന്നപ്പോൾ മുറ്റം നിറയെ ചെമ്പകപ്പൂക്കൾ വീണുകിടക്കുന്നു. അവയുടെ മതിപ്പിക്കുന്ന സുഗന്ധം അവിടമാകെ നിറഞ്ഞു നിന്നു. അന്ന് നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നത്. കുറ്റിമുല്ലയിലെ പൂക്കളെല്ലാം നനഞ്ഞു മണ്ണിൽ പറ്റിക്കിടക്കുന്നത് കണ്ടപ്പോൾ മീനാക്ഷിക്ക് വിഷമം തോന്നി. എല്ലാം പെറുക്കിയെടുക്കണം എന്നവൾ ഓർത്തു. കിഴക്കുവശത്തെ നെല്ലിമരത്തിൽ നിന്നും കുറേ പഴുത്ത നെല്ലിക്കയും വീണുകിടപ്പുണ്ട്. പുള്ളിക്കുയിൽ ഇന്ന് ഇവിടെ പോയോ ആവോ എന്ന സത്യയ്ക്ക് മൂവാണ്ടമ്മാവിൻ്റെ ചില്ലയിലിരുന്നു അവൾ പാടുന്നതാണ്. പതിയെ ഒന്ന് കൂവി നോക്കിയാലോ? അവൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ശ്രീഹരി ഉള്ളതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. മഴ തോർന്നത് കൊണ്ടാവും കിളികളും കാക്കകളുമൊക്കെ മത്സരിച്ചു പറന്നു പോകുകയാണ് അവറ്റകളുടെ ഇണയുടെ അരികത്തെത്താൻ. പാടവരമ്പത്തുകൂടി കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അസ്തമയ സൂര്യൻ മെല്ലെ അകന്നു പോകുന്നു. ഇരുണ്ട ചെമ്മാനം ആകാശത്ത് അവയുടെ പ്രകാശത്താൽ കുളത്തിലെ താമരയും നാണിച്ചു നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിലും അവയൊക്കെ തോർന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് മീനാക്ഷി കുറച്ചു സമയം മുറ്റത്ത് നിന്നു. വള്ളിമുല്ലയുടെ അടുത്തു ചെന്ന് അവയെ ചെറുതായി ഒന്ന് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവളൊന്ന് പിടിച്ചു കുലുക്കി. വെള്ളത്തുള്ളികളും കുറച്ച് മുല്ലപ്പൂക്കളും ഭൂമിദേവിയുടെ മാറിലേക്ക് വീണ്ടും പതിച്ചു. ഒരു ചെറു മന്ദഹാസത്തോടെ അവൾ അവയെല്ലാം പെറുക്കിയെടുത്തു വള്ളിക്കൊട്ടയിലേക്ക് ഇട്ടു. ശ്രീഹരി പതിവ് പോലെ തന്നെ അകത്തെ വാരത്തിലിരിപ്പുണ്ട്. അയാൾ വേറെ ഏതോ ലോകത്താണെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും കൂട്ടായി കുറച്ച് പുസ്തകങ്ങളും കാണും. ഒളി കണ്ടാൽ ഒന്ന് നോക്കി അവൾ അവനെ ശല്യപ്പെടുത്താതെ അകത്തേക്ക് കയറി. ശ്രീഹരിയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് താനെന്ന് മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം.